ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പീഡനക്കേസ് പ്രതികളെ കോടതിയിൽ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കുകയാണ്. അവിടെ നിന്നുള്ള വക്കീലിൻ്റെ വാദത്തെ തുടർന്ന് ഹരിശങ്കറും രോഹിതും ചേർന്ന് ശരണ്യയെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയതും അവിടുന്ന് ഇവരുടെ വസ്ത്രത്തിൽ നിന്ന് കിട്ടിയ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് വാദം നടക്കുന്നത്. കോടതി വക്കീലിൻ്റെ വാദത്തെ തുടർന്ന് 15 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്യുകയാണ്. തുടർന്ന് അവരെ സ്റ്റേഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇത് അറിയുന്ന ശിവശങ്കരനും രാജീവനും വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ചാനലുകാരും പത്രക്കാരും എല്ലാം ചുറ്റും കൂടുകയാണ്. കാരണം അവന്മാരെയോ കൈ കിട്ടിയില്ല. പ്രതികളുടെ അച്ഛനും കോടതി വന്നിട്ടുണ്ടെന്ന് അറിയുന്ന നാട്ടുകാർ മുഴുവൻ അവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് പോലീസ് തടഞ്ഞ് അവരെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്നു. വീട്ടിൽ ചെന്ന് കയറുന്ന കമല ഹരിശങ്കറിന് ജാമ്യം കിട്ടിയെന്ന് എഴുതി ഓടി ചെല്ലുകയാണ്. ആ സമയത്ത് ജാമ്യം കിട്ടില്ലെന്നറിയുന്ന കമല നല്ലോണം കരയുകയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, അച്ഛാ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 15 ദിവസത്തേക്ക് അവരെ പോലീസ് കസ്റ്റഡി വാങ്ങിയിരിക്കുകയാണ്. ഇനി അതിനുശേഷം മാത്രമേ നമുക്കൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാമെന്ന് പറയും. അതിനുശേഷം സൗദാമിനി മുത്തശ്ശി മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ എന്തായി, ഹരിക്ക് ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. ഇല്ല മുത്തശ്ശി, അവരെ 15 ദിവസത്തേക്ക് ജയിലിലോട്ട് റിമാൻഡ് ചെയ്തതെന്ന് പറയും. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമാണ്. രോഹിത്തിൻ്റെ കാര്യം രണ്ടുപേരെ ഒരുമിച്ചാണ്, അവരുൾപ്പെടെ 4 പ്രതികളാണ്. 4 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തതെന്ന് പറയും. ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു പോക്സോ കേസാണ് മുത്തശ്ശി. പെൺകുട്ടിക്ക് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ഒരു പാമ്പ് പിടിച്ച വീട്ടിലെ കുട്ടിയാണ്. അതിന് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ ചതിച്ചാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. സ്വന്തമായിട്ട് അവൻ പ്രേമിച്ച് കൊണ്ടു നടന്നൊരു പെൺകുട്ടിയല്ലേ, ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത് എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയും, ഇനി എന്ത് ചെയ്യും മനു, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി 15 ദിവസത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. രാവിലെ TV ഓണാക്കുന്ന രേവതിക്കുട്ടി ആ ചാനലിൽ മൊത്തം പീഡനക്കേസിനെ കുറിച്ചുള്ള വാർത്തകളാണ്, പത്രത്തിലും TV ന്യൂസിലും എല്ലാം. അതിനുശേഷം ഗ്രേസി ആൻറ്റിയും മാവച്ചനങ്കളും അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ മോളെ, വാർത്തയ്ക്കകത്ത് മൊത്തം കാണിക്കുന്നത് രോഹിത്തിൻ്റെയും ഹരിശങ്കറിനെയും കുറിച്ചാണല്ലോ, അല്ലെങ്കിൽ ഇവനെ ഇതിനെല്ലാം കാരണം, ഇവനും കൂടി ചേർന്നാണ് രോഹിത്തിനെ വഷളാക്കുന്നതെന്ന് ഗ്രേസി ആൻറ്റി പറയും. അത് ശരിയാണ്, അന്ന് അല്ല ചേച്ചിക്ക് ജ്യൂസി മയക്കുമരുന്ന് കലത്തിൽ കൊടുക്കാൻ സൂത്രധാരനും ഇവനാ, ഈ കൊല്ലപ്പുഴയിലുള്ള ഈ ഹരിശങ്കറാ, ഇവനൊരുത്തനാ ആ രോഹിത്തിനെ കൂടി നശിപ്പിക്കുന്നതെന്ന് പറയും. എത്ര തവണ അലീന ചേച്ചി ഉൾപ്പെടെ പറഞ്ഞതെന്നറിയാമോ അവൻ്റെ കൂട്ടുസെറ്റ് വേണ്ടത്, എന്നിട്ടും കേട്ടില്ല. ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അലീനയ്ക്ക് ഈ കേസിൽ നൂരാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം എന്നൊക്കെ പറയും. പക്ഷേ കമലയ്ക്ക് അങ്ങ് ഫോൺ കോൾ വരികയാണ്. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഫോൺ കോൾ വരികയാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യമാണ്, ഹരി ഇതിൽ തെറ്റുകാരനാണോ, ഹരി രോഹിത്തും ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ്. കമല മിക്ക കോളും എടുക്കുന്നില്ല. ചിലതൊക്കെ ഫോൺ ചെയ്യുന്നതനുസരിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഗോവർദ്ധൻ അങ്ങോട്ട് വരും. എടോ, പത്രത്തിലെ ന്യൂസൊക്കെ താൻ കണ്ടായിരുന്നു? കണ്ടു ബാലേട്ട, താൻ വക്കീലിനെ കണ്ടിട്ട് ജാമ്യത്തിൻ്റെ കാര്യം എന്തോ പറഞ്ഞെന്ന് ചോദിക്കും. ബാലേട്ട, തൽക്കാലം ജാമ്യം കിട്ടത്തില്ല, 15 ദിവസത്തേക്ക് കോടതിയിൽ റിമാൻഡ് ചെയ്തിരിക്കുമല്ലേ, അതിനുശേഷം വക്കീൽ ജാമ്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. എന്തോ ചെയ്യാനാടോ ഇനി, അവന് ജാമ്യം കിട്ടുമോ, അവൻ്റെ ഭാവി എന്താ, ഇനി ഒന്നും ആലോചിച്ചിട്ടും വിഷമിച്ചിട്ടും കാര്യമില്ല ബാലേട്ട, എല്ലാം നമ്മുടെ കൈവിട്ട് പോയെന്നൊക്കെ പറയും. പലരും ടെൻഷൻ അടിക്കാതെ എന്തായാലും 15 ദിവസം കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കാം. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് അലീനയും പറയുന്നത്. കോടതി വെച്ചും അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. ചിലപ്പോൾ അവൻ നിരപരാധിയായിരിക്കും. അവൻ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ പുറത്തിറക്കാൻ കഴിയും എന്നൊക്കെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വൈജയന്തിയും കിടക്കുന്നത്. വൈജയന്തിക്ക് ഓരോരോ കോൾസൊക്കെ വരുന്നുണ്ട്. വൈജയന്തിയും മിക്ക കോളും അറ്റൻഡ് ചെയ്യുന്നില്ല. പത്രത്തിലെ വാർത്തകളും ഒക്കെ തന്നെയാണ്. അതിനുശേഷം സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. സിസ്റ്റർ വന്നിട്ട് ചോദിക്കും, മോൻ്റെ വാർത്തകളാണല്ലോ ചാനലിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴൊരു ചാനലിലോ, ആ അതെ, മേഡത്തിൻ്റെ മോനല്ലേ ഒരു പെൺകുട്ടിയെ പീഡനക്കേസിൽ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ജയിലിലായത്, അവൻ്റെ ഫോട്ടോയും വാർത്തകളും തന്നെ ചാനലിൽ കൂടി മൊത്തം കാണിക്കുന്നതെന്ന് പറയും. അത് പത്രക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം കിട്ടിയാൽ മതിയല്ലോ വാർത്തയാക്കാമെന്ന് പറയും. അപ്പം മേഡത്തിൻ്റെ മോൻ ചെയ്തതിനാൽ തെറ്റൊന്നുമില്ലെന്നാണോ പറയുന്നത്? മേഡത്തിൻ്റെ മോൻ ഇത് നിരപരാധിയാണോ? മേഡത്തിൻ്റെ മോൻ മാത്രമല്ലല്ലോ, സഹോദരൻ്റെ മകനും ഉണ്ടല്ലോ, കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് വൈജയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, തെറ്റ് വൈദ്യരുടെ ഭാഗത്തില്ലയോ. അങ്ങനെ വൈദ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് കിടക്കുകയാണ്. ശേഷം പത്രവും കൈ പിടിച്ചുകൊണ്ട് കൃഷ്ണമോൾ ഇരുന്ന് കരയുകയാണ്.
അലീന വന്നിട്ട് ചോദിക്കും, എന്തിനാ മോളെ ഇരുന്ന് കരയുന്നത്, എന്താ ചേച്ചി ഈ പത്രക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതി വിടുന്നത്, ചേച്ചിക്ക് അച്ഛൻ പൈസ തന്നെന്നും ചേച്ചിയുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടെന്നൊക്കെ എന്തൊക്കെ ഇതിൽ എഴുതി വെച്ചേക്കുന്നത്, മോളെ പത്രക്കാർ എഴുതുന്നതെന്നും കേട്ട് മോൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് കുറച്ച് ദിവസത്തേക്ക് പറയാനൊരു വാർത്തയായി, അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ ഓരോന്ന് എഴുതി വിടുന്നത്. അതൊന്നും സത്യമല്ല, നമുക്കറിയാമല്ലോ. ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് നമുക്കറിയാം. അതൊന്നും ആലോചിച്ച് മോള് വിഷമിക്കേണ്ട. ഇനി ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും ചേച്ചി, ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എന്നെ എങ്ങനെ കളിയാക്കും എന്ന് പറയും. മോൾ തൽക്കാലം ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിലൊന്നും പോകണ്ട, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് അടങ്ങിയതിന് ശേഷം സ്കൂളിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി രോഹിത്തിന് 15 ദിവസത്തിന് ശേഷം വക്കീലിനെ കണ്ട് രോഹിത്തിനെ ജാമ്യത്തിലെടുക്കണം. എടുത്തതിന് ശേഷം മാത്രമേ രോഹിത്തിൽ നിന്ന് മാത്രമേ അന്നത്തെ ദിവസം ആ വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് രോഹിത് പറയത്തുള്ളൂ. രോഹിത് അങ്ങനെ പറയാൻ തയ്യാറായെങ്കിൽ മാത്രമേ രോഹിത് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ബാലേന്ദ്രന് കഴിയൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.